ഇന്ത്യയുടെ ബോർഡറിൽ നിന്നും 250 കിലോമീറ്റർ പിന്നിട്ടാണ് ഈ സ്ഥലമുള്ളത്. ഇന്ത്യയുടെ ബോർഡറിൽ 250 കിലോമീറ്റർ പിന്നിട്ടാണ് ഈ സ്ഥലമുള്ളത്. അപ്പോ നമ്മുടെ രാജ്യത്തിന്റെ മിലിറ്ററി എവിടെയായിരുന്നു? ഇത്രയും കിലോമീറ്റർ താണ്ടിക്കൊണ്ട് ഈ ഭീകരവാദികൾ രാജ്യത്ത് കടന്നപ്പോൾ, ഈ ഭീകരവാദികൾ രാജ്യത്ത് കടന്നത് മാത്രമല്ല, അവർ വന്ന രൂപവും മിലിറ്ററി വേഷത്തിലായിരുന്നു. മിലിറ്ററി വേഷത്തിൽ മിലിറ്ററി വെപ്പൺസുകളായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ടായിരുന്നു അവിടെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഇവരെ കയ്യിൽ എങ്ങനെ മിലിറ്ററി വെപ്പൺസ് എത്തി? ഇവരെ കയ്യിൽ എങ്ങനെയാണ് ഈ രൂപത്തിലുള്ള ആയുധങ്ങൾ എത്തി? അത് മാത്രമല്ല, ഇത്രയും പ്രൊട്ടക്ഷൻ ഉള്ള രാജ്യത്തിന്റെ ഡിഫൻസിനെ മറികടന്നുകൊണ്ട് ഇവിടുന്ന് ഇത്രയും കിലോമീറ്റർ താണ്ടി ഇവിടെ എത്തിയത് എങ്ങനെയാണ്? ഇത് രാജ്യം നല്ലതുപോലെ അന്വേഷിക്കണം. ഇതിനെ അന്വേഷിച്ചാൽ ഇതിന്റെ പ്രതിവിധിയാണ് നമ്മൾ കാണേണ്ടത്. അത് മറിച്ച് ഒരു ഭീകരവാദം പോലും അത് ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിമിന്റെ പേരിൽ അടിച്ചമർത്തിക്കൊണ്ട് ആ വാർത്തയെ ലഘൂകരിക്കുന്ന ഗൂഢമായ നീക്കത്തിനെതിരെ രാജ്യത്ത് ശബ്ദങ്ങൾ ഉയരേണ്ടതുണ്ട്. രാജ്യത്ത് ശബ്ദങ്ങൾ ഉയരേണ്ടതുണ്ട്. 2 ലക്ഷം വരുന്ന സൈനികർ, 2 ലക്ഷം വരുന്ന സൈനികർ എവിടെയുണ്ട്? കാശ്മീരിലുണ്ട്. എന്നിട്ടാണ് ഈ സംഭവം അവിടെ നടന്നത്. പുൽവാമയിൽ നമ്മൾ കണ്ടതാണ്. പുൽവാമ രാജ്യം കണ്ടത് ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് തന്നെയാണ്, രാജ്യത്തിന് ഏറ്റവും വലിയ മുറിവാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായും ഇങ്ങനെ അവർ കൊന്നതല്ലേ? ഭാര്യയുടെ മുന്നിൽ, മക്കളുടെ മുമ്പിലാണ് ബഹുമാനെ തോപ്പ് ചൂണ്ടിയിട്ട് പേര് ചോദിച്ച് വെടിവെച്ച് കൊന്നത്. ഇതേത് ഇസ്ലാമാണ്? ഏതെങ്കിലും ഇസ്ലാമിനെ അംഗീകരിക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഭീകരവാദത്തിന്റെ മതം വരുന്നത്? അങ്ങനെ ഇസ്ലാം അംഗീകരിക്കുമെങ്കിൽ ആ കുതിരക്ക സവാരിക്കാരൻ എന്തിനായിരുന്നു ആ കൂടെ വന്നവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അവന്റെ ജീവൻ ബലി കൊടുത്തത്? ആദിൽ ഷാ എന്ന് പറയുന്ന മനുഷ്യനെ ഇന്ന് കാണണം. കേരളത്തിൽ നിന്നും രവിചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യനും ആ ഭീകരവാദിയുടെ വെടിവെപ്പിൽ മരണപ്പെട്ടു. ആ രവിചന്ദ്രന്റെ മകൾ ആതിര എന്ന് പറയുന്ന ഇന്നലെ മീഡിയയുടെ മുമ്പിൽ അവൾ പറഞ്ഞ വർത്തമാനം ലോകം രാജ്യം കേൾക്കേണ്ട വാർത്തയാണ്. അവൾ പറഞ്ഞതാണ്, എന്റെ അച്ഛൻ മരിച്ചു, എന്റെ സഹോദരൻ ആക്രമിക്കപ്പെട്ടു. ആ സമയത്ത് എന്റെ അച്ഛനെ മോർച്ചറിയിൽ കൊണ്ടുപോയി. ആ മോർച്ചറിയിൽ കാത്തു നിന്ന് ആ മോർച്ചറിയിൽ അവിടുത്തെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത 2 പേരായിരുന്നു. ഷമീർ എന്ന് പറയുന്ന ഒരു കാശ്മീരിക്കാരനും അതുപോലെ തന്നെ വേറൊരു കാശ്മീരി സുഹൃത്തുക്കളായിരുന്നു. എല്ലാ കാര്യത്തിനും ഈ മകളുടെ കൂടെ അവൾ പറയുന്നു, എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടിയെന്നാണ്. രവിചന്ദ്രൻ എന്ന് പറയുന്ന കൊല്ലപ്പെട്ടു പോയ ആ പിതാവിന്റെ മകൾ പറഞ്ഞത്, എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടി കാശ്മീരിൽ നിന്നും. ആ സഹോദരങ്ങളെ അവിടെ കൂടെ നടന്ന മോർച്ചറിയിലും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്ത് അവിടുന്ന് അവരെ ഫ്ലൈറ്റ് കയറ്റി വിട്ടപ്പോൾ നാട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് 2 സഹോദരങ്ങളെ കാശ്മീരിൽ കിട്ടിയെന്നാണ്. ഇത് തന്നെയാണ് ഇസ്ലാം. ഇവരാണ് ഇസ്ലാം, ഇവരാണ് മുസ്ലിം. മറിച്ച് അവിടെ വന്ന വെടിയുർത്തി ഭാര്യയുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിലാണ് കൊന്നത്. എന്നിട്ട് പറയാണ്, ഇതുപോലെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം രാജ്യത്തിനോട്, അവർക്ക് കാശ്മീർ വേണം, കാശ്മീർ എവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നത്. അതുകൊണ്ട് ഇത് ഒരിക്കലും അപലപിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. രാജ്യത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇന്ന് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണത്തിന്റെ മുമ്പിൽ ഒരു ന്യായവും പറയാൻ സാധ്യമല്ല. രാജ്യം തക്കതായ രീതിയിൽ അതിന് പ്രതികാരവും മറുപടിയും കൊടുക്കുക തന്നെ ചെയ്യും. അതിനേത് സംശയവുമില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾക്കിടയിൽ ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഒരു അക്രമത്തെ പരിശുദ്ധമായ ഇസ്ലാമിൽ പങ്കില്ല, ഒരിക്കലും പങ്കില്ല. എന്താണ് മതം പറയുന്നത്? എന്താണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്? സൂറത്തുൽ മാഇദ 5-ാമത്തെ ആയത്തിൽ പറയുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദൻ ഫിൽ അർദി ഫകന്നമാ ഖതല അന്നാസ ജമീആ വമൻ അഹ്യാഹാ ഫകന്നമാ അഹ്യ അന്നാസ ജമീആ. ഖുർആൻ സൂറത്തുൽ മാഇദ പഠിപ്പിക്കുന്നു, ലോകത്തോട് പഠിപ്പിക്കുന്നു, വമൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ്, ഒരു ശരീരം മറ്റൊരു ശരീരത്തിനെ കൊല്ലുകയാണ്
കൊന്നാൽ ഔ ഫസാദുൻ ഫിൽ അർദി അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീആ ആ ചെയ്തവൻ ജനങ്ങളെ മുഴുവൻ കൊന്നവനായി. ഒരു മനുഷ്യനെ ഒരാൾ വെറുതെ കൊന്നു, കാര്യമുണ്ടായിട്ട് കൊന്നാലും ഒരു മനുഷ്യനെ കൊന്നു കളഞ്ഞാൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയാൽ ഖുർആൻ പറയുന്നു ഫകഅന്നമാ ഖതലന്നാസ ജമീആ അവൻ ജനങ്ങളെ മുഴുവൻ കൊന്നവനായി പോയി. ഖുർആൻ പറയുന്നു വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീആ ഒരാൾക്ക് ഹയാത്ത് കൊടുത്താൽ അവൻ ലോകത്തിന് ഹയാത്ത് കൊടുത്തവനായി മാറി. ഇത് പഠിച്ച മുസ്ലിം അത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനം ചെയ്യുമോ? മുഅ്മിനീങ്ങളെ നിങ്ങൾ ചിന്തിക്കുക, ചെയ്യുമോ? ഇതല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോ തീവ്രവാദത്തിന് ഒരു മതവുമില്ല, ഭീകരവാദത്തിന് മതമില്ല. അതന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ രാജ്യം ഒറ്റയ്ക്കിരിക്കണം, മറിച്ച് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പൊളിറ്റിക്സ് കളിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവൻ വെച്ചുകൊണ്ട് ചോര വെച്ചുകൊണ്ടുമല്ല. അവിടെ 26 പേരും ഹിന്ദുവോ ക്രൈസ്തവനോ മുസ്ലിമോ അല്ല. അവിടെ മരിച്ചു വീണവർ ഇന്ത്യക്കാരാണ്, അവർ ഇന്ത്യക്കാരാണ് എന്നാണ് നമ്മൾ കാണേണ്ടത്. മറിച്ച് ഈ തരത്തിൽ വീട് കണ്ടുമ്പോൾ കത്തുമ്പോൾ വാഴ വെട്ടുന്ന സ്വഭാവം, അത്തരത്തിലുള്ള മോശമായ സ്വഭാവങ്ങളാണ്, അങ്ങനെയുള്ള വിശ്വവ്യാപ്തികളായ സംസ്കാരങ്ങളാണ് ഈ രാജ്യത്ത് നാം തുടച്ചു നീക്കപ്പെടേണ്ടത്. അത്തരത്തിലുള്ളവരെയാണ് നാം സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ പൈതൃകം, ഈ രാജ്യത്തിന്റെ സാന്തതയും ഈ രാജ്യത്തിന്റെ സമാധാനവും തകർക്കാൻ അത് ഏത് രാജ്യം തുരിഞ്ഞിറങ്ങിയാലും അതിന് രാജ്യത്തിന്റെ പ്രതികാരം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിം പേര് വെച്ചുകൊണ്ട് മുസ്ലിം ഐഡന്റിറ്റി ആര് ചെയ്താലും ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവർ മനുഷ്യരെ അത് ഇസ്ലാമിലേക്ക് ചേർക്കരുത്. ഇസ്ലാം അനുവദിക്കുന്നില്ല. യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുട്ടികളെ ഉപദ്രവിക്കരുത്, മുതിർന്നവരെ ഉപദ്രവിക്കരുത്, വഴി നീക്കുന്ന ഒരു മരത്തിനെ നീ വെട്ടിമാറ്റരുത്. അനാവശ്യമായി ഒരു മനുഷ്യനെ കത്തുവെച്ചപ്പോൾ ആ സഹാബിയോട് ചൂടായി പോയില്ലേ? നമ്മൾ മനസ്സിലാക്കട്ടെ, എവിടെയാണ് ഇസ്ലാം? ഇസ്ലാമിക യുദ്ധങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ തുച്ഛമായ മരണങ്ങൾ മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യുന്നത് രാജ്യത്തിന്റെ സുരക്ഷയാണ്. എന്ത് സുരക്ഷയാണ് നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് എന്തെങ്കിലും സംഭവങ്ങൾ ഏവനെങ്കിലും ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ചെയ്തുകൊണ്ടോ നേരത്തെ പറഞ്ഞത് അതൊന്നും ഇസ്ലാമിലേക്ക് ചേർക്കാൻ പറ്റിയ കാര്യമല്ല. ഇന്ത്യ പാക് ക്രിക്കറ്റ് കളിയല്ല, ഇന്ത്യ പാക് ക്രിക്കറ്റ് കളി പോലെയുള്ള രാജ്യത്ത് മനുഷ്യർ വേണ്ടി വീഴുമ്പോൾ ആ രൂപത്തെ ആസ്വദിക്കേണ്ടതല്ല. അതുകൊണ്ട് രാജ്യത്തിന്റെ ഡിഫൻസ്, രാജ്യത്തിന്റെ നന്മ, രാജ്യത്തിന്റെ ഐക്യം, രാജ്യത്തിന്റെ സുരക്ഷ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മുഅ്മിനും അതൊരു കടമയാണ്, കടപ്പാടാണ്, കാത്തു സൂക്ഷിക്കേണ്ടത് നിർബന്ധമാണ് ഓരോരുത്തർക്കും എന്ന ബോധമാണ് ഇസ്ലാമായ നമുക്കുള്ളത്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഹിന്ദുവിനും ക്രൈസ്തവനും ഹൈന്ദവനും മതമതവാനും മതമില്ലാത്തവരും ആണിനും പെണ്ണിനുമുള്ളത്. അത് വേണം രാജ്യത്തിന്റെ സുരക്ഷ. അത് നമ്മുടെ സുരക്ഷയാണ്. ബോധത്തോടു കൂടിയാണ് നമ്മൾ ഓരോ മതവും പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഒരു മതവും അക്രമം പഠിപ്പിച്ചിട്ടില്ല. ഒരു മതത്തിന്റെ ഐഡിയോളജിക്ക് അക്രമമല്ല, ഒരു മതവും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഒരു കാരണത്തിൽ നിങ്ങൾക്ക് അടിമടിക്കാൻ മറുകരണം കാണിച്ചു കൊടുക്കാനാണ് യേശു ക്രിസ്തുവിലൂടെ പഠിപ്പിച്ചത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാതൃക അങ്ങനെയല്ലേ? ഒരാൾ നിങ്ങളുടെ മുഖത്തിലേക്ക് വാള് തോന്നിക്കഴിഞ്ഞ് ഒരാൾ വാള് കൊടുക്കാൻ വേണ്ടി അയാളുടെ മുമ്പിലേക്ക് പോയി അയാൾ കൈ കൊണ്ട് അപേക്ഷിച്ചാൽ പിന്നെ അവിടെ അക്രമമില്ല. മുത്തിന് വീണ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ പുനർവാദമുണ്ട്. നീച്ച പ്രവൃത്തി കാണിച്ചെങ്കിൽ അവിടെ ഇവരെല്ലാം തിരിച്ച് പ്രവർത്തിച്ചതെന്ന കല്ല് കൊണ്ടും കപ്പ് കൊണ്ടും ഭ്രാന്തനെന്നും മോശക്കാരനെന്നും കളിയാക്കി വിളിച്ചതിക്ഷേപിച്ച ത്വായിഫിന്റെ മണ്ണിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് യാ മുഹമ്മദ് മുത്തുനബിയെ അങ്ങേ ഇത്രയും അധിക്ഷേപിച്ച ഈ സമൂഹത്തിനെ നശിപ്പിച്ച് കളയട്ടെ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ മുത്തുനബിയെ വേണ്ട ജിബ്രീലെ അവർ അറിവില്ലാത്തവരാണ്, അവരോട് ക്ഷമിക്കുക. ഇതില്ലേ പല പഠിപ്പിക്കുന്നത്? ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള വാതായനങ്ങൾ തുറന്നുകൊടുക്കുകയാണ് പരിശുദ്ധമായ ഹൈന്ദവ മതങ്ങളോട് കാണിക്കുന്നത്. അപ്പോ ഗുജറാത്ത് നടന്ന കലാപത്തിലും മതമില്ല, അതുപോലെ തന്നെ ഇറാഖിൽ നടന്ന കലാപങ്ങൾക്കും മതമില്ല.
ഇവിടെ കലാപങ്ങളും തീവ്രവാദവും മതമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. അത്ര ആക്രമണം നടന്നുകൊണ്ട് പരസ്പരം പോരടിക്കാതെ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാനാണ് ഇന്ത്യയിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തിന് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇസ്ലാമിന്റെ മേൽ കുതിരകൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ലക്ഷം കണക്കിന് വരുന്ന ജനങ്ങൾക്കൊന്ന യുദ്ധം നടത്തിയത് ഇസ്ലാമാണോ? ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധം എത്ര പേര് മരിച്ച്? ഇസ്ലാമിന് അംഗം കൊണ്ടിവിടെ ഉണ്ടോ? ഇല്ല. രാജ്യത്തിന്റെ പൗരോഹിത്യത്തിന്റെയും ഈ രാജ്യത്തിന്റെ ഫാദർ ഓഫ് നേഷൻ എന്ന് പറയുന്ന മഹാത്മാഗാന്ധിജി കൊന്ന നാഥുറാം ഗോഡ്സെ മുസ്ലിമാണോ? രാഹുൽ ഗാന്ധി കൊന്ന മുസ്ലിമാണോ? ഇന്ദിരാഗാന്ധി കൊന്ന മുസ്ലിമാണോ? എവിടെയാണ് ഇസ്ലാം? ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ തീവ്രവാദങ്ങളും കൊലപാതകങ്ങളും മതത്തിലേക്ക് ചേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത് അല്ല. ഇവിടെ കാക്കും ഈ രാജ്യത്തിന്റെ ഫാദറായി, ഈ രാജ്യത്തിന്റെ പിതാവായ, ഏറ്റവും അധികം ഉന്നത സ്ഥാനങ്ങളിൽ കൊടുത്ത് രാജ്യം ബഹുമാനിക്കുന്ന ശ്രീ മഹാത്മാഗാന്ധിജി എന്ന ആ സുന്ദരനായ വ്യക്തിത്വം, ആ വ്യക്തിപ്രഭാവത്തെ കൊന്നു കളഞ്ഞത് ആരാണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, 6 മില്യൺ കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലർ ഇസ്ലാമിന്റെ അടിച്ചെടുത്താണോ? അല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇസ്ലാമിനെ അവലംബിക്കുന്നത്? ഇസ്ലാമിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള. അപ്പൊ അത് മനസ്സിലാക്കാൻ അത് ഒരു മതത്തിന്റെ മാത്രം കാഴ്ചപ്പാടിലല്ല. അതുകൊണ്ടാകുന്നതിന്റെ ഉള്ളിൽ വേറെ ഗൂഢമായ ലക്ഷ്യമുണ്ട്. അതിന്റെ പിന്നിൽ ഒരു മതവുമില്ല, ഒരു മതവുമില്ല. നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു ഈ രാജ്യത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ രാജ്യത്തിന് സമാധാനം കൊടുക്കുമാറാകട്ടെ. 70 കൊല്ലമായില്ലേ പ്രിയപ്പെട്ടവരെ ഫലസ്തീനിലെ കൊന്നതണ്ട്. ഈ ഫലസ്തീനെ കൊന്നത് 70 വർഷത്തോളമായി അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് 70,000 കണക്കിന് വരുന്ന ഫലസ്തീൻ മക്കളാണ് ഇതുവരെ മരണപ്പെട്ടു പോയത്. അത് ജൂതന്മാർ കൊല്ലുമ്പോൾ ആ ജൂത പരിശീലനങ്ങളുടെ മുമ്പിലേക്ക് എത്ര നല്ല ജൂതന്മാർ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ ഇസ്രായേലിൽ എത്രയോ മനുഷ്യരെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അവിടെയൊന്നും മതലക്ഷ്യമല്ല. അപ്പൊ ഒരു മതത്തിലും ഇതിൽ അക്രമമില്ല. പിന്നെ അവരുടെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് മാത്രമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന. അധികാര മോഹങ്ങൾ മാത്രമാണ്, പിടിച്ചെടുക്കുന്ന മോഹങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് മതത്തിന്റെ പേരിൽ ചേർച്ചപ്പോൾ ഇതിനെ അപകടിക്കാൻ ആരും ശ്രമിക്കേണ്ട. മതമില്ലാത്ത വ്യത്യസ്തവാദികളടക്കമുള്ള കുറച്ച് കുബുദ്ധികളാണ് ഇതിന്റെ പിന്നിൽ ഈ സമയത്ത് മുസ്ലിമിനെ വലിച്ചെടുത്തുകൊണ്ട് സമൂഹത്തിന്റെയും സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ അത്തരത്തിലുള്ള ഒരു വർത്തമാനത്തിലേക്ക് പോകരുത്. നമുക്ക് വേണ്ട രാജ്യത്തിന്റെ ഐക്യമാണ്, രാജ്യത്തിന്റെ സമാധാനമാണ്, സ്നേഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ